രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം. ഹെസാക്കിയ യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവായ ഏലായുടെ പുത്രൻ ഹോസിയയുടെ 3-ാം ഭരണവർഷം യൂദാ രാജാവായ ആഹാസിൻ്റെ മകൻ ഹെസാക്കിയ ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. സക്കറിയയുടെ മകൻ ആബിയായിരുന്നു അവൻ്റെ മാതാവ്. പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു. അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അക്ഷേര പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു. മോശ ഉണ്ടാക്കിയ നെഹൂത്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഊട്ടുസർപ്പത്തിൻ്റെ മുമ്പിൽ ഇസ്രായേൽ ധൂപാർപ്പണം നടത്തിയതിനാൽ അവനത് തകർത്തു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വസിച്ചു. മുൻഗാമിയോ പിൻഗാമിയോ ആയ യൂദായ രാജാക്കന്മാരിലും അവനെപ്പോലെ വിശ്വസ്തനായിരുന്നില്ല. അവൻ കർത്താവിനോട് കൂട്ടിനിന്നു അവിടുത്തെ മോശെ നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണ്ണമായി. അവൻ അസിറിയ രാജാവിൻ്റെ എതിർത്തു അവനെ സേവിച്ചില്ല. അവൻ ഫിലിസ്ത്യയുടെ ഗാസയുടെ അതിർത്തി വരെയും കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെയും നിഗ്രഹിച്ചു. ഹെസാക്കി രാജാവിൻ്റെ 4-ാം ഭരണവർഷം, അതായത് ഇസ്രായേൽ രാജാവും ഏലയുടെ പുത്രനുമായ ഹോസിയയുടെ 7-ാം ഭരണവർഷം, അസിറിയ രാജാവായ ഷെൽമനേസർ സമരിയായ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. 3 കൊല്ലത്തിന് ശേഷം അവനത് പിടിച്ചടക്കി. ഹെസക്കിയായുടെ 6-ാം ഭരണവർഷം, അതായത് ഇസ്രായേൽ രാജാവായ ഹോസിയയുടെ 9-ാം ഭരണവർഷം, സമറിയ അവൻ്റെ അധീനതയിലായി. അസീറിയ രാജാവ് ഇസ്രായേൽക്കാരെ അസീറിയയിലേക്ക് കൊണ്ടുപോയി. ഹാല, ഗോസായിലെ ഹാഗോർ നദീതീരം, മെദിയ നഗരങ്ങൾ എന്നിവിടയിൽ പാർപ്പിച്ചു. കാരണം അവർ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും കർത്താവിൻ്റെ ദാസനായ മോശയുടെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തു. അവർ അവ ശ്രദ്ധിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. സെന്നാക്കേരിയൂസ് യൂദ ആക്രമിക്കുന്നു. ഹെസക്കിയ രാജാവിൻ്റെ 14-ാം ഭരണവർഷം, അസീറിയ രാജാവായ സെന്നാക്കെരീബ് യൂദയുടെ സുരക്ഷിത നഗരങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അപ്പോൾ യൂദാ രാജാവായ ഹെസക്കിയ അസീറിയ രാജാവിന് ലാഖീഷിലേക്ക് ഒരു സന്ദേശം അയച്ചു. തനിക്ക് തെറ്റുപറ്റി, അങ്ങ് പിൻവാങ്ങുക. അങ്ങ് ചുമക്കുന്ന എന്തും ഞാൻ തന്നുകൊള്ളാം. അസീറിയ രാജാവ് യൂദാ രാജാവിൽ നിന്ന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് സ്വർണവും ആവശ്യപ്പെട്ടു. ദേവാലയത്തിലും ഭണ്ഡാരത്തിലും ഉണ്ടായിരുന്ന വെള്ളി ഹെസക്കിയ അവന് നൽകി. യൂദാ രാജാവായ ഹെസക്കിയ ദേവാലയത്തിൻ്റെ കതകുകളും കട്ടിലകളും പൊതിഞ്ഞിരുന്ന സ്വർണമെടുത്ത് അസീറിയ രാജാവിന് നൽകി. അസീറിയ രാജാവ് അത് ലാഖേഷിൽ നിന്ന് താൻ സബീത്യൂസ്, ഷാക്കെ എന്നീ സ്ഥാനികളെ സൈന്യസമേതം ഹെസക്കിയയിലേക്ക് അവനെതിരെ ജെറുസലേമിലേക്ക് അയച്ചു. അവർ ജെറുസലേമിൽ അലക്കുകാരൻ്റെ വയലിനുള്ള പെരുവഴിയുടെ മുകൾ ഭാഗത്തെ കട്ടിലുകളിലേക്ക് ചാലിനരിയിലെ നിലയുറപ്പിച്ചു. രാജാവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൊട്ടാരത്തിൻ്റെ മേൽനോട്ടക്കാരനും ഹിൽക്കിയായുടെ പുത്രനുമായ എലീഷ്കം കാര്യസ്ഥാനിയും സൂചിപ്പുകാരനായ ലാവായും ഇറങ്ങിച്ചെന്നു. റാബിക്ക് അവരോട് പറഞ്ഞു, ഹെസക്കിയായോട് പറയുക, അസീറിയ രാജാവ് ചോദിക്കുന്നു, നിനക്ക് ഇത്ര ധൈര്യം എവിടെയെന്ന്? പൊള്ളവാക്കുകൾ, യുദ്ധതന്ത്രവും പരാക്രമവും ആരെയാണ് വിചാരിപ്പുകാരൻ എന്നെ എതിരേൽക്കുവാൻ എന്നെ ആര് തുണ? ചാരുന്നവൻ്റെ മകൻ കൈ കുത്തി നിൽക്കുന്ന ഒടിഞ്ഞ ഞാങ്ങണയാണ് നീ ആശ്രയിക്കുന്നത്. ഈജിപ്ത് രാജാവായ ഫറവോ ആശ്രയിക്കുന്നവർക്കെതിരെ എങ്ങനെയാണ്? എന്നാൽ തങ്ങളുടെ ദൈവമായ കർത്താവിലാണ് തങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ
ഹെസക്കിയ ജെറുസലേമിലെ ബലിപീഠത്തിങ്കൽ ആരാധിക്കണമെന്ന് യൂദാ രാജാവിനോടും ജെറുസലേമിനോടും പറഞ്ഞതുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത്. വരുവിൻ, എൻ്റെ യജമാനായ അസീറിയ രാജാവുമായി ഒരു പന്തയം വയ്ക്കുവിൻ. ഞാൻ 2000 കുതിരകളെ തരാം. അവയിൽ സവാരി ചെയ്യാൻ നിനക്ക് ആളുകളെ കിട്ടുമോ? തേരിലും തേരാളിക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എങ്ങനെ യജമാനൻ്റെ സേവകന്മാരിൽ ഏറ്റവും നിസ്സാരനായ ഒരു സേനാധിപതിയെ തോൽപ്പിക്കാൻ കഴിയുമോ? കർത്താവിനെക്കുറിച്ച് ഉരുടാതെയാണോ ഈ സ്ഥലം നശിപ്പിക്കുവാൻ വന്നിരിക്കുന്നത്? ഈ ദേശത്തിന് എതിരെ ചെന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു. ഹിൽക്കിയയുടെ മകൻ യെരീക്കിയ ഷെബാനായും യോഹാഹും ഷെബെറോത്തിനോട് പറഞ്ഞു, ദയവായി അരമേയ ഭാഷയിൽ സംസാരിക്കുക, ഞങ്ങൾക്കത് മനസ്സിലാകും. കോട്ടമേലുള്ളവർ കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത്. എന്നാൽ റബേഷ് അവരോട് പറഞ്ഞു, കോട്ടമേലിരിക്കുന്നവരും സ്വന്തം വിസർജന വസ്തുക്കൾ ഭുജിക്കുവാൻ നിങ്ങളോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്നവരും ആയ ഇവരെയല്ലാതെ നിങ്ങളോടും നിങ്ങളുടെ യജമാനോടും മാത്രം സംസാരിക്കാനോ അവരുടെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്. റേഷ്ബേക്ക് നിവർന്നു നിന്ന് ഉച്ചത്തിൽ ഹെബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു, അസിരിയ രാജാവിൻ്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. രാജാവ് പറയുന്നു, ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അവിടുന്ന് കഴിയുകയില്ല. കർത്താവ് നമ്മെ നിശ്ചയമായി രക്ഷിക്കും. അസീറിയ രാജാവിൻ്റെ കയ്യിൽ നഗരം വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്കിടയാകാതിരിക്കട്ടെ. അങ്ങനെ ശ്രദ്ധിക്കരുത്. എന്തെന്നാൽ അസീറിയ രാജാവ് പറയുന്നു, നിങ്ങൾ സൗഖ്യം ചെയ്ത് എന്നോട് ചേരുവിൻ. ഇപ്പോൾ നിങ്ങൾ സ്വന്തം മുന്തിരിയിൽ നിന്ന് അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുകയും സ്വന്തം ജലസംഭരണിയിൽ നിന്ന് കുടിക്കുകയും ചെയ്യും. അനന്തരം ഞാൻ നിങ്ങളോട് ഈ നാടിന് സദൃശമായ ഒരു നാട്ടിലേക്ക്, ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോപ്പുകളും ഒലിവും തേനുമുള്ള നാട്ടിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ മരിക്കുകയില്ല, ജീവിക്കും. കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഹെസക്കിയ ശ്രദ്ധിക്കരുത്. അസീറിയ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ദേവന്മാർ തങ്ങളുടെ ജനതകളെ രക്ഷിച്ചിട്ടുണ്ടോ? ഹമാത്തിൻ്റെയും ആർപ്പാത്തിൻ്റെയും ദേവൻ എവിടെ? സെഫാർവീം, നേവ, ഉവ എന്നിവരുടെ ദേവന്മാർ എവിടെ? അവർ സമറിയായ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചോ? ഒരു ദേവനും എൻ്റെ രാജ്യത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതിരിക്കെ ജെറുസലേമിനെ രക്ഷിക്കാൻ കർത്താവിന് കഴിയുമോ? അവനോട് മറുപടി പറയരുത് എന്ന് രാജാവ് കൽപ്പിച്ചതിനാൽ ജനം ഒരക്ഷരവും മിണ്ടാതെ നിശബ്ദമായിരുന്നു. അപ്പോൾ കൊട്ടാര വിചാരിപ്പുകാരനും ഹെൽക്കിയുടെ മകനുമായ എലീഷയും കാര്യസ്ഥൻ ഷെബിയും അസീരിയയുടെ പുത്രനും രേഖാസൂക്ഷിപ്പുകാരനായ യോഹാഹും വസ്ത്രം കീറി ഹെസക്കിയയുടെ അടുക്കൽ വന്ന് റബേക്കയെ പറഞ്ഞത് അറിയിച്ചു. വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.